അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പ്രോൺസ് 200 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ വലുതാണെങ്കിൽ 1 മതി. അത് 2 വിസിലടിച്ച് വേവിച്ച് ഉടച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പാന് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറി ലീഫ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല, നിങ്ങൾ കറി ലീഫ് ആഡ് ചെയ്യുക. നമ്മുടെ ഒനിയന് ഞാൻ മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ പ്രോൺസ് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 പെപ്പർ, 1/4 ചില്ലി പൗഡർ ഇവ ആഡ് ചെയ്ത് 2 വിസിലടിച്ച് മാറ്റി വെക്കും. നമ്മുടെ ഉള്ളി ഇപ്പോൾ ഓൾമോസ്റ്റ് സോട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് 1/4 മല്ലിപ്പൊടി, 1/4 ഗരം മസാല ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും പൊട്ടറ്റോയും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കൂടാതെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് പെപ്പർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കുക. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ബ്രെഡ് ചൂടാക്കി പൊടിച്ച് ഉപയോഗിച്ചാലും മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ ഫില്ലിങ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും വേണമെങ്കിലും ആക്കി വെക്കാം. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ 12 പീസായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ എല്ലാ ഫില്ലിങ്ങും മുട്ടയിൽ മുക്കി അതിനുശേഷം കോൺഫ്ലവറിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. കോൺഫ്ലവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് പൊട്ടാതെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഓരോന്നോരോന്നായി തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് ഓയിൽ കുടിച്ചെടുക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഭാഗം മൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചെടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്